നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയ പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന കവിതയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലെ 10ാമത്തെ അധ്യായമാണിത്. ഈ കവിതയിൽ നഗരത്തിലെ തിരക്കേറിയൊരു രംഗം കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. തിളങ്ങുന്ന റോഡിൽ നിറയെ കാറുകളാണ്. ഈ കാറുകളുടെ വലിയ നിരക്കിടയിൽ ഒരു കാൽനടയാത്രക്കാരൻ വളരെ നിസ്സഹായനായി കാണപ്പെടുന്നു. കാറിലിരിക്കുന്ന സമ്പന്നരായ ആളുകൾ പുച്ഛത്തോടെയാണ് അയാളെ നോക്കുന്നത്. അവർക്കവൻ മറ്റൊരു ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഇവിടെ കവി ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാറിലിരിക്കുന്ന വലിയ ആളുകൾക്ക് ഒരു കാര്യമറിയില്ല. അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിനും സൗകര്യങ്ങൾക്കും പിന്നിൽ ഈ സാധാരണക്കാരന്റെ അധ്വാനമുണ്ട്. ഈ കാൽനടയാത്രക്കാരൻ കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ അവർ പട്ടിണി കിടന്ന് മരിക്കും. അവൻ അവരുടെ വീടുകൾ നിർമ്മിക്കുന്നത് നിർത്തിയാൽ അവർക്ക് തല ചായ്ക്കാൻ ഒരിടവുമുണ്ടാകില്ല. ഇവിടെ കവി ഒരു ചോദ്യം ചോദിക്കുന്നു. കാൽനടയായി പോകുന്ന ഈ മനുഷ്യൻ എത്ര ശക്തനാണെന്ന് അവർക്കറിയില്ലെന്ന്. ഒരു ദിവസം അവൻ തന്റെ ശക്തി തിരിച്ചറിയുമ്പോൾ അവരുടെ സാമ്രാജ്യങ്ങൾ തകർന്നടിയും. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ: കാൽനടക്കാരൻ എന്തിന് നിസ്സഹായനായി തോന്നുന്നു? കാറുകളുടെയും വലിയ വാഹനങ്ങളുടെയും തിരക്കിനിടയിൽ ഒരു സാധാരണ മനുഷ്യൻ ദുർബലനായി തോന്നാം. അതാണിവിടെ നിസ്സഹായൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. പുച്ഛത്തോടെ നോക്കുക എന്ന വാക്ക് എന്തു മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്? സമൂഹത്തിലെ സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം, അവഗണന, അഹങ്കാരം എന്നിവയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. അവൻ ബോധം വീണ്ടെടുക്കുന്ന ദിവസം അവരുടെ സാമ്രാജ്യങ്ങൾ തകരും എന്ന വരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വരികൾ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു സമൂഹത്തിലെ തൊഴിലാളികൾ, കർഷകർ, സാധാരണക്കാർ എന്നിവരുടെ അധ്വാനമാണ് സമ്പന്നരുടെ ജീവിതത്തിന് അടിത്തറ. ഈ സാധാരണക്കാർ തങ്ങളുടെ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരായാൽ സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ വരികൾ പറയുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും തുല്യരാണെന്നും ഓരോ തൊഴിലിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നുമാണ്. ആരുടെയും അധ്വാനത്തെ നമ്മൾ വിലകുറിച്ച് കാണാൻ പാടില്ല.